രാവിലെ തന്നെ എണീറ്റ് പായസം ഉണ്ടാക്കിയിട്ട് ഇനി നേരെ നമുക്ക് പോകാനുള്ളത് ഓണം ആഘോഷിക്കാനാണ്. ഈ വർഷത്തെ ഓണം വെള്ളിയാഴ്ചയായിരുന്നു, പക്ഷെ നമ്മൾ ശനിയാഴ്ചയാണ് ആഘോഷിക്കുന്നത്. പായസം ഉണ്ടാക്കലിന് ശേഷം പിന്നെ സാരി ഉടുക്കൽ ചടങ്ങുണ്ടായിരുന്നു. ഞാനിപ്പോൾ അയർലൻഡിലേക്ക് വന്നിട്ട് ഏകദേശം 1.5 വർഷമായി. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ തന്നെ. അപ്പൊ കിട്ടിയ അവസരത്തിൽ സാരി ഉടുക്കാന്ന് വിചാരിച്ചു. പിന്നെ സാരി ഉടുത്ത് ഡബ്ലിനിൽ കൂടെ പോവാന്ന് പറയുന്നത് കുറച്ചൊരു സീനാണ്. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. പിന്നെ ഇതാ കണ്ടില്ലേ, തന്നി മലയാളികളെന്ന് പറയിക്കാൻ വേണ്ടി CCTV ആയിട്ട് അമീനെയും പൊക്കി പിടിച്ച ചേട്ടൻ നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും ഏകദേശം മനസ്സിലായല്ലോ നമ്മൾ ഓണം ആഘോഷിക്കാൻ എവിടേക്കാണ് പോയെന്ന്. ഈ ഓണത്തിന് നമ്മൾ ഫ്രോസൺ സദ്യ ആയിരുന്നു, കഴിഞ്ഞ ഓണത്തിനും ഫ്രോസൺ സദ്യയായിരുന്നു. ഇവിടെ പിന്നെ നമുക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാടിനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് ഫോൺ തുറന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും സ്റ്റോറീസും, ആഹാ എന്ത് രസാ കാണാൻ തന്നെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സദ്യ. ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു കേട്ടോ, ഇൻക്ലൂഡിങ് ജിലേബി ആൻഡ് പായസം. പിള്ളേരും ചേച്ചിമാരും ചേട്ടന്മാരും അങ്ങനെയായിട്ട് ഒരു ഫാമിലി പോലെ തന്നെ കേട്ടോ. ഇത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് സദ്യ കഴിക്കുന്നതിലും നല്ലത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ഫാമിലിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കുറച്ചൊരു വൈബൊക്കെ കിട്ടും. ഏതൊരു ആഘോഷമാണെങ്കിലും 5-6 പേരെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ ഒരു മനസ്സമാധാനം ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പാർട്ട് ടൈം ജോബ് ഉണ്ട്, അതിനും പോകണം. ഓണാഘോഷം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജോലി ഈസ് മസ്റ്റ്. അപ്പോൾ ഈ വർഷം ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത വർഷം ഇതിലും അടിപൊളി ഓണം ആഘോഷിക്കാം.